നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 4, 2026 ബുധൻ. ഇന്നലെ യുഎസിൽ നിന്നും പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും പാർഷ്യലായിട്ടുള്ള ഗവൺമെന്റ് ഷട്ട് ഡൗൺ നീക്കുകയുണ്ടായി. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. യുഎസിൽ നിന്നും ഇന്ത്യക്കെതിരായിട്ടുള്ള ട്രേഡ് താരിഫിൽ ഗണ്യമായ വെട്ടിക്കുറയ്ക്കൽ ഉണ്ടായതിനെ തുടർന്ന് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് അതിശക്തമായ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിക്കുകയുണ്ടായി. എന്നാൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിന് ഇടിവ് നേരിടേണ്ടി വന്നെങ്കിൽ കൂടിയിട്ടും ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിനും 2.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല 5236.28 കോടി രൂപയ്ക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ഈ മാസത്തെ ഫസ്റ്റ് ബൈയിങ്ങും ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന തൂക്കിക്കുമുള്ള ബൈയിങ്ങും ഇന്നലെ അവരുടെ ഭാഗത്ത് നിന്നും വരികയുണ്ടായി. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1014.24 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം ഇനി നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ സൈക്കോളജിക്കൽ ലെവലായ 26,000 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നിലവിലെ റെക്കോർഡ് ഹൈ ഭേദിച്ചുകൊണ്ട് പുതിയ ഉയരങ്ങൾ നിഫ്റ്റിക്ക് താണ്ടാനും സാധിക്കുകയുള്ളൂ. അതേസമയം ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഉണ്ടായ അതിശക്തമായ നേട്ടത്തിന് ശേഷം ഇന്ന് കൺസോളിഡേഷനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുകയുമില്ല. അങ്ങനെ കൺസോളിഡേഷൻ ഇന്ന് സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ 25,600 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ഒരു സപ്പോർട്ടായിട്ട് മാറിയേക്കാം. തുടർന്ന് 25,500 എന്ന ലെവൽ സൈക്കോളജിക്കലും ആയതിനാൽ തന്നെ 25,500 എന്ന ലെവൽ നിഫ്റ്റി ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം യുഎസില് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ധനസഹായ പാക്കേജിൽ ഒപ്പുവെച്ചതോടുകൂടി ഭാഗികമായ സർക്കാർ അടച്ചുപൂട്ടൽ അവസാനിക്കുകയുമുണ്ടായി. യുഎസിൽ ബജാജ് ഫിൻസർവ്, ടാറ്റ പവർ കമ്പനി, അപ്പോളോ ടയേഴ്സ്, കുമ്മിൻസ് ഇന്ത്യ, ദേവയാനി ഇന്റർനാഷണൽ, ഇമാമി, എംക്യു ഫാർമസ്യൂട്ടിക്കൽസ്, ഫോഴ്സ് മോട്ടേഴ്സ്, ഹെക്സാവേ ടെക്നോളജീസ് തുടങ്ങി ഒത്തിരിയേറെ കമ്പനികൾ അവയുടെ Q3 ഏർണിംഗ്സിന്റെ റിസൾട്ടിന്റെ റിലീസുമായിട്ട് ഇന്ന് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഇവയുടെ വിശദാംശങ്ങളൊക്കെ വിശദമായി തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇന്ന് ഇന്ത്യയിൽ നിന്നും രാവിലെ 10:00 ജനുവരി മാസത്തെ HSBC കോമ്പോസിറ്റ് PMI-യുടെയും സർവീസ് PMI-യുടെയും ഫൈനൽ ഡേറ്റകളുടെ റിലീസ് നടക്കാനിരിക്കുന്നു. ഇന്നലത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനില് ക്യാഷ് റേറ്റില് 25 ബേസിസ് പോയിന്റ് ഉയർത്തിക്കൊണ്ട് 3.85% ഉയർത്തുകയാണ് ഉണ്ടായത്. അതേസമയം ഇന്നലെ വരെ യുഎസില് പാർഷ്യലായിട്ടുള്ള ഗവൺമെന്റ് ഷട്ട് ഡൗൺ നിലനിൽക്കുന്നതിനാൽ ഡിസംബർ മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡേറ്റയുടെ റിലീസ് ഇന്നലെ യുഎസിൽ നിന്ന് മാറ്റിവെക്കപ്പെടുകയുമുണ്ടായി. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളെല്ലാം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷമാണ്. അവയിൽ പ്രധാനമായും വൈകുന്നേരം 3:30 യൂറോപ്പിൽ നിന്നും ജനുവരി മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് ഫ്ലാഷിന്റെ റിലീസ് ഉണ്ട്. അതേസമയം തന്നെ ഇറ്റലിയിൽ നിന്നും ജനുവരി മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് പാരലിന്റെ റിലീസും നടക്കാനിരിക്കുന്നു. കൂടാതെ രാത്രി ഇന്ത്യൻ സമയം 8:30 യുഎസിൽ നിന്നും ജനുവരി മാസത്തെ ISM സർവീസ് PMI ഡാറ്റയുടെ റിലീസും നടക്കാനുണ്ട്. ഇവയൊക്കെയാണ് ഇന്ന് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ. US വ്യാപാര കരാറിൽ ഇന്ത്യയുടെ താൽപര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്നും എന്നാൽ അതേസമയം 5 വർഷത്തേക്ക് $500 ബില്യൺ പ്രതിജ്ഞാബദ്ധം ആണെന്നും സർക്കാർ സ്രോതസ്സുകൾ വെളിപ്പെടുത്തുകയുണ്ടായി. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 4.5%, ഡോക്ടർ റെഡ്ഡീസിന് 1.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ HDFC ബാങ്ക് ADRന് 0.5%, ICIC ബാങ്ക് ADRന് 1% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഇൻഫോസിസ് ADRന് 5.5%, വിപ്രോ ADRന് 5% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ ഗോൾഡിന്റെയും സിൽവറിന്റെയും വില റീബൗണ്ട് ചെയ്തതോടുകൂടി US മാർക്കറ്റിൽ നിന്നും ഇന്നലെ മിക്സ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് സെഷൻ ആയിരുന്നു കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. തൽഫലമായി തിങ്കളാഴ്ച കൈവരിക്കുവാൻ സാധിച്ച നേട്ടങ്ങളെയൊക്കെ വൈപ്പ് ഔട്ട് ആക്കിക്കൊണ്ട് S&P 500-ന് 0.85%, നാസ്ഡാക്കിന് 1.42% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. 3 യൂറോപ്യൻ മാർക്കറ്റ്സിനും അതേസമയം നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. UK മാർക്കറ്റിന് 0.5%, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾക്ക് നേരിയ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം നേരിയ തോതിലുള്ള
ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് 1% നഷ്ടത്തോടു കൂടിയും കൊറിയൻ മാർക്കറ്റ് നേരിയ നഷ്ടത്തിലുമാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തുകയുമുണ്ടായി, ഏകദേശം 1%. തൽഫലമായി ബ്രെന്റ് ക്രൂഡിന്റെ വില $60.90 പെർ ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $63.80 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേരുകയും ചെയ്തു. ഗോൾഡിന്റെ വിലയിലും ഉയർച്ച തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. 5000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് തൊട്ടടുത്തായിട്ട് $4981.88 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ നിലവിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. ഇന്ന് മുതൽ നമ്മൾ നിഫ്റ്റിയുടെ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്കിലി കോൺട്രാക്ട്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തോടുകൂടി രണ്ടാമത്തെ ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ വീക്കിലി കോൺട്രാക്ട്സിൽ ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. എങ്കിലും നിഫ്റ്റിയുടെ PCR 0.85 എന്ന നിലയിലും മാക്സ് പെയിൻ 25,700 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ ഉണ്ടായ അതിശക്തമായ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനെ തുടർന്ന് പിന്നീട് നേരിടേണ്ടി വന്ന പ്രോഫിറ്റ് ബുക്കിംഗിന്റെ ഫലമായിട്ടും ബിഗ് റെഡ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ടും സാധിക്കുക. മാത്രമല്ല നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി മാത്രമല്ല ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെ ട്രെൻഡ് അപ്വേർഡായിട്ട് മാറുകയും ചെയ്തു. RSIയിലും അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 53.72 എന്ന നിലയിലേക്കും എത്തിച്ചേരുകയും ഉണ്ടായി. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. പുട്ട് സൈഡിലേക്ക് അതേസമയം 25,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,800 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.98 എന്ന നിലയിലും മാക്സ് പെയിൻ 60,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. നിഫ്റ്റിയുടേതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും അതിശക്തമായ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനെ തുടർന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നേരിടേണ്ട വന്നതിന്റെ ഫലമായിട്ട് ലോങ് ബെയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നതും. മാത്രമല്ല നിഫ്റ്റിയുടേതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിക്കും അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി കൂടാതെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളും അപ്വേർഡ് ട്രെൻഡിംഗ് ആരംഭിക്കുകയും ചെയ്തു. RSIയിലും അതിശക്തമായ ഉയർച്ച അനുഭവപ്പെട്ടതിനെ തുടർന്ന് 55.82 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയും ഉണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. 60,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് പുട്ട് സൈഡിലേക്കും അതേസമയം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. ബജാജ് ഫൈനാൻസ് പ്രോഫിറ്റിൽ 6% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 21% വളർച്ചയും രേഖപ്പെടുത്തി. ആദിത്യ ബിർള ക്യാപിറ്റൽ പ്രോഫിറ്റിൽ 41% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 30% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് പ്രോഫിറ്റിൽ 25% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 18.2% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. കാൻസായി നെറോലാക് പെയിന്റ്സ് പ്രോഫിറ്റിൽ 82.2% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 3.1% വർധനവും രേഖപ്പെടുത്തി. ഷീല ഫോംസ് പ്രോഫിറ്റിൽ 212.9% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 11.1% ഉയർച്ചയും രേഖപ്പെടുത്തുകയുമുണ്ടായി. V2 റീറ്റെയിൽ പ്രോഫിറ്റിൽ 99.4% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. അതേസമയം റവന്യൂവിലും 57.2% വർധനവും രേഖപ്പെടുത്തി. JK ലക്ഷ്മി സിമെന്റ് പ്രോഫിറ്റിൽ 23.7% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. അതേസമയം റവന്യൂവില് 6.1% വർധനവും രേഖപ്പെടുത്തി. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് പ്രോഫിറ്റിൽ 12% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 10.1% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. IRFC ഘടനാപരമായ ധനസഹായം സംയുക്തമായി പരിവേഷണം ചെയ്യുന്നതിനായി VO ചിദംബരനാർ തുറമുഖ അതോറിറ്റിയും സാഗർമാല ഫൈനാൻസ് കോർപ്പറേഷനുമായി തന്ത്രപരമായ ത്രികക്ഷി ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. കമ്പനി NBCC ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയിൽ നിന്ന്
39.19 കോടി രൂപയുടെ നിർമ്മാണ ഓർഡറുകളും അതേസമയം ഉത്തരാഖണ്ഡിലെ ഫിഷറീസ് വകുപ്പിൽ നിന്ന് 232.13 കോടി രൂപയുടെ ഓർഡറും കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.